മിനിയൻസ് ആൻഡ് മോൺസ്റ്റേഴ്സ് കറക്റ്റ് റിലീസിംഗ് ഡേറ്റ് നാളെയാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ കുറച്ച് ഷോസ് ഉണ്ടായിരുന്നു. 3D ഉണ്ടായിരുന്നു വൈകിട്ട് 4:30 PVR കൃപയിൽ. വേറെയും തിയേറ്റേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ കൃപയിൽ പോയി ഇതിൻ്റെ 3D കണ്ടു. ഇംഗ്ലീഷിൽ തന്നെയാണ് കണ്ടത്. മൊത്തത്തിലുള്ളൊരു അഭിപ്രായം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിട്ടുണ്ട്. ഇത് പൊതുവേ കൊച്ചുകുട്ടികൾ മുതൽ ഇങ്ങോട്ടേക്ക് ഈ മിനിയൻസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള മുതിർന്ന ആളുകളിലേക്ക് വരെ അവരൊക്കെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വളരെ രസകരമായിട്ട് മുന്നോട്ട് പോകുന്നൊരു സിനിമയാണ്. അത് ഞാൻ എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് ഈ ഹോളിവുഡിൻ്റെ ചരിത്രത്തിൻ്റെ അപനിർമ്മിതി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന പോലെ ഈ ഹോളിവുഡിലെ വളരെ പ്രധാനപ്പെട്ട ചില സിനിമകൾ, ചില പ്രൊഡക്ഷൻ ഹൗസുകളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഓരോ ഫ്രെയിമിലും അവർ, അതായത് മിനിയൻസ് ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം മുതലേ, ചിലപ്പം ചരിത്രാതീത കാലം മുതലേ മിനിയൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് വിഷ്വലൈസേഷൻ പരിപാടികളൊക്കെ ആയിട്ട് അത് മിനിയൻസ് എന്നൊരു സിനിമ ചെയ്യാണ്. അപ്പോൾ അവർ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അവരുടെ തന്നെ ചരിത്രം അവരുണ്ടാക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയാണ്. അതൊരു ഗംഭീര പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. മിനിയൻസ് മൊത്തത്തിൽ ഹ്യൂമറാണ്, ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്തിരുന്ന് കാണാം. ഒരുപാട് രസകരമായ അബദ്ധങ്ങളൊക്കെ അവരുടേതായിട്ടുണ്ടാവും. പിന്നെ ഈ മോൺസ്റ്റേഴ്സിനെ അവർ കൊണ്ടുവന്നിരിക്കുന്ന രീതിയും ഒക്കെ നൈസായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ. പിന്നെ ഒരു ഹോളിവുഡ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമല്ലോ. ഇത് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനല്ല, ക്രെഡിറ്റ്സിൻ്റെ ഇടയിൽ ഓരോ സീനുകൾ ഇങ്ങനെ കാണിച്ച് അങ്ങനെ ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള, ഈവൻ പോസ്റ്റ് ക്രെഡിറ്റ്സ് വരെ വളരെ പാക്ഡ് ആയിട്ട് ഭയങ്കര രസമായിട്ടാണ് പോകുന്നത്. കുറച്ച് റെഫറൻസുകളുണ്ട്. ഇതിനു മുമ്പുള്ള എല്ലാ സിനിമയും കണ്ടു ഓർത്തിരുന്നാൽ മാത്രം കഥ മനസ്സിലാവുന്നതെന്നില്ല. മിനിയൻസിൻ്റെ ഒരു സ്റ്റോറിയാണ്, അവർ തന്നെ അവർക്കൊരു സ്റ്റോറി ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം. അത് ഭയങ്കര രസമായിട്ടാണ് എനിക്ക് തിയേറ്ററിൽ അനുഭവപ്പെട്ടത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. ഒരു പക്ഷേ കുറച്ചും കൂടി അപ്പുറം പോയിരുന്നെങ്കിൽ, ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനൊന്നും അത്ര നല്ല സമയമല്ലല്ലോ. ഒരുവിധപ്പെട്ട യൂട്യൂബേഴ്സിൻ്റെയൊക്കെ പേര് പല കേസുകളുടെയും പുറത്ത് നിങ്ങളിങ്ങനെ കേൾക്കുന്നുണ്ട്. എൻ്റെ പേരും ചിലപ്പോൾ വന്നേനെ. തിയേറ്ററിൽ വെച്ച് സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയ യൂട്യൂബർ പിടിയിൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ണി വ്ളോഗ്സാണ് പിടിയിലായതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ന്യൂസ് വന്നേനെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഈ തിയേറ്ററിൽ ഇടയ്ക്ക് ഫോൺ എടുത്ത് സംസാരിക്കുന്ന, നമുക്ക് ശല്യം ഉണ്ടാക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഫോണിൻ്റെ സ്ക്രീൻ ഓണാക്കി വെക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്തിരിക്കുന്ന കൂടെ ഇരിക്കുന്ന ആളോട് വർത്തമാനം പറയുന്നത് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം നമ്മൾ കാണുകയെന്ന് പറയില്ലേ. അതായത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വിവരമൊക്കെ ഉള്ള, ലോകമൊക്കെ കണ്ടിട്ടുള്ള ഒരു സാമാന്യ മര്യാദ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഒരാളാണ്. പക്ഷേ ഈ സ്ത്രീയും ഭർത്താവും കയറിയിരുന്നതിന് ശേഷം കറക്റ്റ് എൻ്റെ തൊട്ടടുത്ത് വന്നു. ഇതെങ്ങനെ വണ്ടി വിളിച്ച് വന്നു എന്നറിയില്ല. കറക്റ്റ് വന്നിരുന്നു. ഇവരിരുന്ന് കഥ പറയുക, അത് നിനക്കറിയോ, അത് മിനിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുന്നു. അത് പിന്നെ ഞാൻ പോട്ടേന്ന് വെച്ചു. ഇതിൻ്റെ ഇടയിൽ ഇവരുടെ നാട്ടിലെ വിശേഷം, വീട്ടിലെ വിശേഷം, ഈ ഹസ്ബൻഡിനും കഥ അറിയാം, ഇവർക്കും കഥ അറിയാം. അത് ഇന്നതല്ലേ, അതെ ഇതേന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിരുന്ന് കഥ പറയുക. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഈ ഫോണിൻ്റെ ഫ്ലാഷ് ഓണാക്കി വെച്ചിട്ട് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക, സെൽഫി എടുക്കുക. പടം തുടങ്ങിയതിന് ശേഷമുള്ള കാര്യം പറഞ്ഞു. ഇങ്ങനെ ഇരുന്ന് സെൽഫി എടുക്കുകയാണ്. പുറകിലുള്ളവർക്കും ഇപ്പുറത്തെ സൈഡിലിരിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ട്. ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ പറഞ്ഞു, ഒരു രക്ഷയില്ല. അപ്പുറത്തെ സൈഡിലിരുന്ന പിള്ളേരും ഇവരുടെ അടുത്ത് ചൂടായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ശബ്ദം താഴ്ത്തി സംസാരിക്കുക പറ്റില്ല, ഇവർ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് ഇവരുടെ ഫുഡ് വന്നു കഴിഞ്ഞപ്പോൾ കുറേ ഉണ്ട്. മറ്റേ പിസയും ബർഗറും എല്ലാം ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടമായി, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സാധനം വൈറ്റ് ബോക്സിലാണ് വരുന്നത്. ഇത് തുറന്നു വെച്ചിട്ട് ഇവർ ഫോണിൻ്റെ ഫ്ലാഷ് ഓണാക്കിയിട്ട് പിസ നോക്കിയെടുക്കുക. ആദ്യത്തെ കുറച്ച് സമയം ഞാൻ സഹിച്ചു, ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ സ്ക്രീൻ ഓൺ ആയതുകൊണ്ട് നമുക്ക് ഈ സാധനം കാണാനൊക്കെ പറ്റും. ഇവരിത് ഓഫ് ചെയ്യുന്നില്ല. ഞാൻ ഇവരുടെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡായിട്ട് അവരുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങിച്ചിട്ട് അത് ഓഫ് ചെയ്തു. പക്ഷെ അവർ പിന്നെയും അത് ഓണാക്കി വെച്ചിട്ട് ഈ വൈറ്റ് കവറിലേക്ക് ഇത് അടിക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്കാണ് 3D ഗ്ലാസ്സും വെച്ചിട്ടിരുന്ന് കാണുന്നത്. അത് അവരോട് സംസാരിച്ചതിന് വൈ ആർ യു ലുക്കിംഗ് അറ്റ് മീ, നീ എന്തിനാ എന്നെ നോക്കിയിരിക്കുന്നത്, നീ സിനിമ കണ്ടുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് ചാടുക. ദിസ് ഈസ് എ ഫ്രീ കൺട്രി, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എനിക്ക് സെൽഫി എടുക്കാൻ തോന്നിയാൽ ഞാൻ ചെയ്യും, നിങ്ങളെല്ലാവരും എന്തിനാ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒന്ന് പറഞ്ഞ് രണ്ടിന് ഇമ്മാതിരി ഡയലോഗ് അടിക്കുന്ന ആളുടെ അടുത്ത് എന്ത് പറയാനാണ്. അപ്പുറത്തിരിക്കുന്ന ആൾക്കാരും കുറച്ച് ബഹളം വെച്ചു. അപ്പോഴേക്കും തിയേറ്റർ സ്റ്റാഫ് ഓടി വന്നു. തിയേറ്റർ സ്റ്റാഫിൻ്റെ കാര്യം PVR കൃപ തിരുവനന്തപുരം വൻ കോമഡി ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ സ്ത്രീ അവിടെ നിന്ന് ബഹളം വെച്ച് ബാക്കിയുള്ളവരുടെ സിനിമ വ്യൂവിങ്ങിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ വന്നിട്ട് ബാക്കിയുള്ളവരോട് പറയുന്നത്, നിങ്ങളൊക്കെ ഒന്ന് മാറിയിരിക്കുമോ, ബാക്കിലോ സൈഡിലൊക്കെ ആയിട്ട് പോയിരിക്കുമെന്ന്. ഇവരാര്, PVRൻ്റെ അമ്മായിയോ? കാശ് കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ മാറിയിരുന്ന് കാണണ്ട. പിന്നെ നമുക്ക് ഈ സിനിമ കണ്ടേ പറ്റൂ എന്നുള്ളതുകൊണ്ട് മാറിയിരുന്നു. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അവരൊരു സ്ത്രീയാണ്. ഈ ബഹളം വെക്കുമ്പോഴുള്ള ഒരു കോംപ്ലിക്കേഷൻ അതാണ്. ഞാനായിരുന്നെങ്കിൽ അവരോട് അങ്ങനെ പെരുമാറിയനെ, നിങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, നിങ്ങളിത് അപ്പം പറയണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു സ്ത്രീയാണ്. ആദ്യം 1-2 വർത്താനം അവർ ഇങ്ങോട്ട് പറഞ്ഞു, നമ്മളും കുറച്ച് സ്ട്രോങ് ആയിട്ട് തിരിച്ച് സംസാരിച്ചു. പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവരെ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ അവരിത് വലിയ ബഹളമാക്കും. തിയേറ്ററുകാരുടെ മുമ്പിലുള്ള ഓപ്ഷൻ, എല്ലാ കാണികളും ഇങ്ങനെ പ്രശ്നമാകുമ്പോൾ അവർ പോലീസുകാരെ വിളിക്കും. എന്തായിരിക്കും സംഭവിക്കുക? അവൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് പോലെ എന്നോട് സംസാരിച്ചു എന്ന് അവരൊരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പോയി അകത്ത് കിടക്കേണ്ടി വരും. എനിക്കെന്ത് വേറെ പണിയില്ലേ എന്ന് ചോദിക്കാൻ തോന്നുന്ന പോലെ മാറിയിരുന്ന് കാണേണ്ടി വന്നു. ഒരു 5-6 സീറ്റ് മാറി അപ്പുറത്ത് പോയിരുന്ന് കണ്ടിട്ടും
ഇവരുടെ വർത്തമാനം കേൾക്കേണ്ടി വന്നു. എന്നിട്ട് അവർ പറയുന്നത് ഇന്ത്യ ഈസ് എ ഫ്രീ കൺട്രി എന്നാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെ ആവണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊരു സിനിമ സ്നേഹിയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ സിനിമ വ്യൂവിങ് എക്സ്പീരിയൻസിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി പ്ലീസ്, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണെങ്കിൽ അങ്ങനെയുള്ളവരെ നിങ്ങൾ തിയേറ്ററിലേക്ക് കൊണ്ടുവരരുത്. അവർ തിയേറ്ററിന് ബുദ്ധിമുട്ടാണ്. എന്തായാലും അവർ കാരണം സിനിമയിലെ വളരെ കുറച്ച് ഭാഗങ്ങൾ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിലൊരു പക്ഷേ എന്ത് ചെയ്യാം, ഒന്നാമത് യൂട്യൂബേഴ്സിൻ്റെ ഈ നല്ല കാലത്തിൻ്റെ ഇടയിൽ എൻ്റെ പേരും കൂടി ആ കേസിലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലം മാറിയിരിക്കുക എന്ന് പറയുന്നൊരു മാർഗ്ഗമാണ് സ്വീകരിച്ച്. പക്ഷേ PVR കൃപയിലെ സ്റ്റാഫിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ആ തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു, നിങ്ങൾ ബാക്കിയുള്ളവരോട് എന്ത് പറഞ്ഞേനെ, പുറത്തിറങ്ങിയിരിക്കാനോ? അങ്ങനെയാണോ അത് ഡീൽ ചെയ്യേണ്ടത്? ഇത് അവിടെ നിന്ന് വർത്താനം പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്തിനാ ഇങ്ങനത്തെ ദുരന്തങ്ങളെല്ലാം തിയേറ്ററിൽ വന്നിറങ്ങുന്നതെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ സ്വതന്ത്രരായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. പക്ഷെ പൈസ കൊടുത്ത് തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ ബാക്കിയുള്ളവൻ്റെ ആസ്വാദനത്തിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഒച്ച ഉണ്ടാക്കാനും സെൽഫി എടുക്കാനും നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കണം. അതൊരു പ്രൈവറ്റ് സ്പേസാണ്, അവിടെ പൈസ കൊടുത്താണ് നമ്മൾ കയറിയിരിക്കുന്നത്. ആ ബോധ്യം നമുക്ക് വേണം. ചോദ്യം ചെയ്യണം. ഇത് മുഴുവൻ അവർക്ക് ഇരുത്തി ക്ലാസ് എടുത്ത് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആകെ 1.5 മണിക്കൂർ സിനിമയാണുള്ളത്. ആ സിനിമയും കളഞ്ഞ് ഞാൻ അവർക്ക് അരമണിക്കൂർ ക്ലാസ് എടുത്ത് കൊടുത്ത് അവരുടെ വായിരിക്കുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും തെലുങ്കിലുള്ള തെറി കേൾക്കേണ്ട ആവശ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ മാറിയിരുന്നു. പക്ഷേ ദയവേത് നിങ്ങൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവരുത് എന്ന് പറയുന്നൊരു, അങ്ങനെ ശ്രദ്ധിക്കുമല്ലോ എന്ന് പറയുന്നൊരു ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുടെ ഈ ഒരു പോർഷൻ ഞാൻ ഉപയോഗിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മിനിയൻസ് അതിൻ്റെ ഓഡിയോ വിഷ്വൽ പരിപാടിയും എല്ലാം കൊണ്ടും നമുക്ക് കുട്ടികളുമായിട്ടാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെ കൊണ്ടും തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്തിരുന്ന് കാണാവുന്ന ഒരു സിനിമയാണ്. അതിന് ദുരന്തങ്ങൾ തിയേറ്ററിൽ സംഭവിച്ചില്ലെങ്കിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.